ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്നും വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ അതിർത്തികൾ കൂടുതൽ ശക്തമാകാനും സൈന്യത്തെ അത്യാധുനികമാക്കാനും ലക്ഷ്യമിട്ട് 2.38 ലക്ഷം കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതികൾക്ക് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് ഈ ചരിത്രപരമായ തീരുമാനമെടുത്തത്. എന്തൊക്കെയാണ് ഈ പുതിയ മാറ്റങ്ങൾ? എന്തൊക്കെ ആയുധങ്ങളാണ് നമ്മൾ വാങ്ങുന്നത്? നമുക്ക് നോക്കാം. ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ഈ വമ്പിച്ച നിക്ഷേപം വെറും ഒരു സാമ്പത്തിക ഇടപാടല്ല, മറിച്ച് രാജ്യത്തിന്റെ സുരക്ഷാ നയത്തിൽ വന്ന വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. ഈ സാമ്പത്തിക വർഷത്തെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിലൊന്നായ ഈ പദ്ധതിയിൽ പ്രധാനമായും ഊന്നൽ നൽകിയിരിക്കുന്നത് ആത്മനിർഭർ ഭാരത് അഥവാ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയ്ക്കാണ്. മൊത്തം അനുവദിച്ച തുകയുടെ 60% ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കുമായി മാറ്റിവെച്ചിരിക്കുന്നു എന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര വ്യവസായ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും. കരസേന, വ്യോമസേന, കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ നവീകരണത്തിനായി പ്രത്യേക പാക്കേജുകളാണ് ഇതിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിൽ നൽകിയിട്ടുള്ള അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി എന്നത് ഈ ആയുധങ്ങൾ സൈന്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന സർക്കാരിന്റെ ഔദ്യോഗിക പച്ചക്കൊടിയാണ്. ഇതോടെ പദ്ധതിയുടെ പ്രാഥമിക കടമ്പകൾ കടന്നുവെന്നും ഇനി ടെൻഡർ നടപടികളിലൂടെ ആയുധങ്ങൾ വാങ്ങുന്നതിലേക്കും നിർമ്മാണത്തിലേക്കും രാജ്യം വേഗത്തിൽ നീങ്ങുമെന്നും ഉറപ്പായിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ആധുനിക യുദ്ധമുറകൾക്ക് അനുയോജ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കാനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റഷ്യയിൽ നിന്ന് 5 സ്ക്വാഡ്രൺ S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ കൂടി വാങ്ങാനുള്ള തീരുമാനമാണ്. 400 കിലോമീറ്റർ അകലെയുള്ള ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും തകർക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം ചൈന, പാകിസ്ഥാൻ അതിർത്തികളിൽ ഇന്ത്യക്ക് ശക്തമായ സുരക്ഷാ കവചമൊരുക്കും. കൂടാതെ കാലപ്പഴക്കം ചെന്ന AN-32 വിമാനങ്ങൾക്ക് പകരമായി 60 മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ വാങ്ങാനും അനുമതിയായിട്ടുണ്ട്. ഇതിനായി എയർബസ് A400M, എംബ്രേസ് 390 തുടങ്ങിയ ആഗോള വിമാന കമ്പനികൾ മത്സര രംഗത്തുണ്ട്. ശത്രുവിന്റെ റഡാറുകളിൽ പെടാതെ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കുന്ന ഘാതക് സ്റ്റെൽത്ത് ഡ്രോണുകളുടെ 4 സ്ക്വാഡ്രണുകൾ വാങ്ങുന്നതും വ്യോമസേനയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും. അതോടൊപ്പം തന്നെ വ്യോമസേനയുടെ നട്ടെല്ലായ സുഖോയ് വിമാനങ്ങളുടെ എഞ്ചിനുകൾ ഓവർഹോളിംഗിലൂടെ പുതുക്കി പണിത് അവയുടെ ആയുസ്സും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കാനും ഈ ബൃഹത്തായ പദ്ധതിയിൽ തീരുമാനമായിട്ടുണ്ട്. ഇന്ത്യൻ കരസേനയും കോസ്റ്റ് ഗാർഡിനെയും ആധുനികവൽക്കരിക്കുന്നതിൽ പൂർണ്ണമായ ആഭ്യന്തര നിർമ്മിത ആയുധങ്ങൾക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യയുടെ ദേശീയ ബൊഫോഴ്സ് എന്നറിയപ്പെടുന്ന ധനുഷ് പീരങ്കി സംവിധാനം. ഏത് കഠിനമായ ഭൂപ്രകൃതിയിലും കൃത്യതയോടെ വെടിയുതിർക്കാൻ ശേഷിയുള്ള കൂടുതൽ ധനുഷ് പീരങ്കികൾ സൈന്യത്തിന്റെ ഭാഗമാകും. കൂടാതെ ശത്രു ഡ്രോണുകളെയും താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെയും തകർക്കാൻ റഷ്യൻ സാങ്കേതിക വിദ്യയുള്ള തുങ്കുസ്ക എയർ ഡിഫൻസ് സിസ്റ്റവും പുതിയ ട്രാക്ഡ് വെഹിക്കിളുകളും സജ്ജമാക്കും. കടലോര സുരക്ഷ ശക്തമാക്കാൻ കരയിലും വെള്ളത്തിലും ഒരുപോലെ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന വമ്പൻ ഹോവർക്രാഫ്റ്റുകൾ കോസ്റ്റ് ഗാർഡിനായി വാങ്ങാനും തീരുമാനമായിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ഈ മേഖലയിൽ നിക്ഷേപിക്കുന്നത് പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമതായി, LAC മേഖലയിൽ ചൈന ഉയർത്തുന്ന ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ഇത്തരം അത്യാധുനിക സംവിധാനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. രണ്ടാമതായി, ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യയിൽ തന്നെ ഇവ നിർമ്മിക്കുന്നത് വഴി നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും തൊഴിലവസരങ്ങൾക്കും വലിയ നേട്ടമുണ്ടാകും. അവസാനമായി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ ഡ്രോണുകളും മിസൈലുകളും സൈന്യത്തിന്റെ ഭാഗമാകുന്നതോടെ സാങ്കേതികമായി ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രതിരോധ നിരകളിൽ ഒന്നായി മാറാൻ ഇന്ത്യക്ക് സാധിക്കും. ചുരുക്കത്തിൽ 2026 ഈ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ തീരുമാനം ഇന്ത്യയെ ലോകത്തെ മുൻനിര സൈനിക ശക്തികളിൽ ഒന്നായി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കേവലം ആയുധങ്ങൾ വാങ്ങുക എന്നതിലുപരി അവ സ്വന്തം മണ്ണിൽ തന്നെ നിർമ്മിക്കാനുള്ള ഈ ചുവടുവയ്പ്പുകൾ രാജ്യത്തിന്റെ സുരക്ഷാ മേഖലയിൽ വലിയ വിപ്ലവമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്.